നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പി.സി. ജോർജ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പി.സി. ജോർജ് പ്രതികരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കേരളത്തിൽ കോവിഡും പ്രളയവും വന്നത് പിണറായിക്ക് ശബരിമല ശാസ്താവിന്റെ പ്രാക്കേറ്റതിനാലാണെന്ന് പി.സി. ജോർജ് പറയുന്നു. തന്റെ ബി.ജെ.പി. പ്രവേശനത്തിന് ശേഷം കോഴിക്കോട് NDA കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പി.സി. ജോർജ് ഇത്തരത്തിൽ സംസാരിച്ചത്. എത്ര തവണ കേരളത്തിൽ കൊറോണ വന്നു, പ്രളയം വന്നു, അയ്യപ്പനെ അപമാനിച്ചത് കൊണ്ടുള്ള ഫലമാണ്. ഇപ്പോൾ അഴിമതി കേസിൽ തന്നെ ജയിലിൽ വിടല്ലേ എന്ന് മോദിയോട് പിണറായി യാചിക്കുന്നു. ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ ജയിലിൽ കിടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ വരുമെന്നും കള്ളവും പിടിച്ചു പറയും നടത്തുമ്പോൾ ഓർക്കണമായിരുന്നുവെന്നും 7 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ പിന്നെ ഉമ്മ വയ്ക്കണോ എന്നും പി.സി. ജോർജ് ചോദിക്കുകയാണ്. എല്ലാം ചുമക്കാൻ മലയാളികളുടെ ഗതികേട്. പിണറായിക്കെതിരെയുള്ള പോരാട്ടം ഇങ്ങനെ പോരാ. ബി.ജെ.പി. പോരാട്ടം ശക്തിപ്പെടുത്തണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്. ഇക്കുറി ബി.ജെ.പി. അക്കൗണ്ട് തുറക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കണമെന്നും ബി.ജെ.പി. തീരുമാനിക്കും. 2029 കേരളത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. അതുപോലെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വച്ചതിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് എതിർപ്പ് പറയുന്നതെന്നും പി.സി. ജോർജിന്റെ വാദം. ലീഗിന്റെ ആവശ്യം പിണറായി എന്തിന് ഏറ്റെടുക്കുന്നു? കോൺഗ്രസും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. 2009 ഇലക്ഷൻ നടന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ക്രിസ്തീയ വിശ്വാസ പ്രകാരം പള്ളിയിൽ പോകണം. പക്ഷെ ഒരു ക്രിസ്ത്യാനിയും അന്ന് ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ജുമാ നിസ്കാരം കഴിഞ്ഞ് മുസ്ലിം സഹോദരങ്ങൾ വോട്ട് ചെയ്താൽ മതി. വർഗീയത മാറ്റിവെക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. നാണം കെട്ട വർഗീയതയുമായി കോൺഗ്രസും ഇടതുമുന്നണിയും വരുന്നുവെന്നും പി.സി. ജോർജ് പറയുകയുണ്ടായി. പൗരത്വ നിയമ ഭേദഗതിയെയും പി.സി. ജോർജ് പിന്തുണയ്ക്കുകയുണ്ടായി. ഒരു വിഭാഗത്തെയും അപമാനിക്കാനല്ല പൗരത്വ നിയമ ഭേദഗതിയെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആളുകളെ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിയമമാണിതെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഇത് ആദ്യമായിട്ടല്ല പി.സി. ജോർജ് പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. കേരളം കടക്കണിയിലാണെന്നും സംസ്ഥാനത്ത് ജനം പട്ടിണി കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും ഉല്ലാസയാത്ര നടത്തുകയാണെന്നും പണം ദൂർത്തടിക്കുകയാണെന്നുമൊക്കെ പി.സി. ജോർജ് മുൻപ് ആരോപിച്ചിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്തിവരുന്ന നേതാവാണ് പി.സി. ജോർജ്. ജനപക്ഷം സെക്കുലർ നേതാവും 7 വട്ടം MLA-യും ആയിരുന്ന പി.സി. ജോർജ് ബി.ജെ.പിയിൽ പ്രവേശിച്ചിട്ട് അധികകാലമായിട്ടില്ല. കേരളത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനും കേരള ജനതയെ സഹായിക്കാനും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാനാകുന്നത് ബി.ജെ.പിക്കൊപ്പം നിന്ന് ശക്തമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണെന്ന് പി.സി. ജോർജിന്റെ പക്ഷം. ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടും ബി.ജെ.പിയെ കൊണ്ടും മാത്രമേ കേരളത്തെ രക്ഷിക്കാനാകൂ. താൻ മോദി സർക്കാരിനോടൊപ്പമാണെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി.